CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജയെ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് പ്രായപരിധി ഇളവിന് ധാരണയായത്. ദേശീയ എക്സിക്യൂട്ടീവിൽ പ്രായപരിധിയെ ചൊല്ലി തർക്കമുണ്ടായി. ഇളവ് നൽകുന്നതിൽ ശക്തമായ എതിർപ്പാണ് കേരള ഘടകം ഉയർത്തിയത്. എന്നാൽ ഡി രാജ വികാരാധീനനായതോടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ വഴങ്ങി. ആദിൽ പാലോട് ചണ്ഡീഗഡിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. ആദിൽ പാലോട്, ഇന്ന് CPIയുടെ ദേശീയ കോൺഗ്രസ് അവസാനിക്കും. ഡി രാജ തന്നെ തലപ്പത്തേക്ക് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 75 വർഷം എന്നുള്ള പ്രായപരിധി ഡി രാജയ്ക്ക് ഒരു ഇളവ് നൽകും എന്നറിയുന്നു. അതിൽ കേരള ഘടകമാണ് ഉറച്ചു നിന്നിരുന്നത്. ഒടുവിൽ കേരള ഘടകത്തിന്റെയും മനസ്സലിയിപ്പിച്ച് കളഞ്ഞോ ഡി രാജ? അതിൽ ഉറപ്പായും അങ്ങനെ തന്നെയാണ് അരുൺകുമാർ. 76-കാരൻ ഡി രാജ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരും എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള ഘടകം, പ്രത്യേകിച്ച് ബിനോയ് വിശ്വം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് പ്രായപരിധിയിൽ ഒരാൾക്ക് മാത്രമായി ഇളവ് നൽകാനാകില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അല്പസമയം മുൻപ് ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാകട്ടെ, അടിയന്തര ഘട്ടത്തിൽ ഒരാൾക്ക് മാത്രം ഇളവ് നൽകാനുള്ള തീരുമാനമാണ് ദേശീയ എക്സിക്യൂട്ടീവ് എടുത്തിരിക്കുന്നത്. അത് പ്രത്യേക സാഹചര്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്ന് ബിനോയ് വിശ്വം തന്നെ പറഞ്ഞതോടുകൂടി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഡി രാജ തുടരും. പ്രത്യേകിച്ച് ഒരു ദളിത് നേതാവാണ്. ഒപ്പം കോൺഗ്രസുമായും മറ്റ് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുമായുമുള്ള ബന്ധം വളരെ പ്രധാനമാണ്. അവരുമായി ചർച്ചകൾ നടത്തുക, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം സീറ്റ് ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഡി രാജയുടെ സാന്നിധ്യം ആവശ്യമാണ്, നേതൃത്വം ആവശ്യമാണ് എന്ന വിലയിരുത്തൽ കൂടി ഉണ്ടായിരുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഡി രാജയുടെ പ്രതികരണത്തിലേക്ക് പോകാം. Congress is going on. I am telling you, I am General Secretary of the party. It is not proper on my part to speak on any issue when my party Congress is going on. Party Congress is the supreme forum of our party. That you must understand and respect. We will make up. Thank you. പാർട്ടി കോൺഗ്രസ് ആണ് ഇതിലൊരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നുള്ളതാണ് നിലവിൽ ഈ ഡി രാജ പറയുന്നത്. ഡി രാജ ഇപ്പോൾ കൌൺസിൽ യോഗത്തിനും മറ്റുമായി പ്രതിനിധി സമ്മേളനം നടക്കുന്ന അതുൽ കുമാർ അഞ്ചാൻ ഹാളിലേക്ക് പോവുകയാണ്. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡി രാജയ്ക്ക് ഒരു അവസരം കൂടി പാർട്ടി നൽകുന്നു എന്നുള്ളത്. ദളിത് നേതാവാണ്, മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവാണ്. ഈ ഡി രാജയെ മാറ്റി അമർജിത് കൗർ എന്ന വനിതാ നേതാവ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോൾ ആദ്യത്തെ വനിതാ ജനറൽ സെക്രട്ടറിയായി അമർജിത് കൗർ മാറുമെന്ന് എന്നതടക്കമുള്ള ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ഉണ്ടായിരുന്നു, അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അതിനിടയിലാണ് ഡി രാജയുടെ പേരിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 3.5 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഡി രാജയുടെ പേരിലേക്ക്, ഒറ്റ പേരിലേക്ക് എത്താൻ പാർട്ടിക്ക്, എക്സിക്യൂട്ടീവിന് കഴിഞ്ഞത്. മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ 75 വയസ്സ് പ്രായപരിധി പിന്നിട്ട 5 സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ടായിരുന്നു ഡി രാജയടക്കം. അതിൽ 4 പേരും മാറാൻ സന്നദ്ധത അറിയിച്ചു. ഡി രാജയാകട്ടെ വികാരാധീനനായി യോഗത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. വളരെ പ്രധാനപ്പെട്ട കാര്യം, താൻ പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചയാളാണ്. ശരിയാണ്, പുറത്തേക്ക് പോകുന്നത് ഡിസർവിംഗുമാണ് ഡി രാജ. മാത്രമല്ല, ഡി രാജ മാറിയാൽ അത്രയും ഒരു നാഷണൽ ഫേസുള്ള CPIയിലെ ഒരു മുതിർന്ന നേതാവുണ്ടോ എന്നൊരു ചോദ്യവും പ്രസക്തമാണല്ലോ അതിൽ.